ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എനർജി ലെവലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഭവനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിസിനിറ്റിയിൽ നിന്ന് ചില ടൈപ്പ് ഓഫ് ആളുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ മാറ്റി നിർത്തുക നമ്മളുടെ എനർജി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള വ്യക്തികളാണ്, എങ്ങനെയാണ് അവർ നമ്മളിലേക്ക് ആ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ബോഡി, മൈൻഡ്, സോൾ ഇത് മൂന്നുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ചുറ്റിനും ഒരു എനർജി ലെവലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എനർജി ലെവൽ നമ്മളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം, കട്ടിൽ, അങ്ങനെ അടുക്കള, അങ്ങനത്തെ എല്ലായിടത്തും നമ്മളുടെ എനർജിയുടെ ഒരു പാർട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തൊക്കെ യാത്ര പോകുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിൻ്റെ ഒരു റിമെമ്പറൻസ് വരുമ്പോൾ ഒരു വലിയ ആശ്വാസം തോന്നുന്നത്. അപ്പോൾ ഈ എനർജിയിലേക്ക് നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന ചില കാറ്റഗറി ആളുകളെ നമ്മൾ ദൂരെ മാറ്റി നിർത്തണം. അത് നമ്മളുടെയും നമ്മളുടെ ഭവനത്തിൻ്റെയും നമ്മളുടെ കൂടെ ജീവിക്കുന്നവരുടെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഡിസ്ട്രാക്ഷൻ. അതായത് ചില വ്യക്തികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് കടന്നു വന്ന് ഓരോരോ കാര്യങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞു തന്ന് ഒരു ചുഴലിക്കാറ്റ് പോലെ നമ്മളുടെ ഇമോഷൻസിനെ മൊത്തത്തിൽ പിടിച്ചൊന്ന് കറക്കിക്കൊണ്ടൊരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ദേഷ്യമാണോ അതോ നമുക്ക് സങ്കടമാണോ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാണോ എന്നൊന്നും നമുക്ക് പോലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ ഭവിഷ്യത്തായിട്ട് എന്തെങ്കിലും ആക്ഷൻസ് വരികയും അവസാനം എല്ലാം ഒരു നാശത്തിലേക്ക് ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥ. അതിനൊരു എക്സാമ്പിളാണ് കളിയാട്ടം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാൽ ജോസിൻ്റെ ഒരു ക്യാരക്ടർ. ക്ലൈമാക്സിൻ്റെ ആ ഒരു സമയത്ത് ലാൽ ജോസ് ഓരോരോ കാര്യങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാതെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അത് വലിയ അനർത്ഥങ്ങളിലേക്ക് ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, സിനിമ കാണുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കൊച്ചറിവ് നിങ്ങളിലേക്ക് പകർന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ തന്നെ ഒന്ന് ചുറ്റിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ച് നേരായ രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ താഴേക്ക് ഡ്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം ആളുകളെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ഹൈ ക്രിറ്റിസിസം ഉള്ള ആളുകളാണ്. ഏതിനും എല്ലാം വിമർശിക്കുന്ന ഒരു തരം വ്യക്തികൾ. അപ്പോൾ അവരുടെ ഒരു കീ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗങ്ങളെല്ലാം ജയിക്കണം, അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് തൊട്ടതും പിടിച്ചതും എല്ലാം അവർ വിമർശിക്കും. അപ്പോൾ ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ 25 കൊല്ലത്തിന് മുമ്പേ ഉള്ള നമ്മുടെ ആ കുടുംബത്തിൽ നിനക്കൊക്കെ അറിയാവോ എന്നറിയത്തില്ല, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ മറ്റേ കുടുംബത്തിൽ അത്രയും വിദ്വേഷവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം മെനഞ്ഞു കൂട്ടി അതിനെ വിമർശിച്ച് അവസാനം നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ലക്ഷ്യം അത് നടപ്പിലാക്കിക്കൊണ്ട് പോകുന്ന ചിലതരം ആളുകളാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവർ വിമർശിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ അവരെ പറയുന്ന പേരാണ് ജഡ്ജ്മെൻ്റൽ ജഗർനോട്ട് എന്ന് പറയുന്നത്. അത് നമ്മളുടെ കൂട്ടത്തിലും ബന്ധത്തിലും ഒക്കെ ആളുകളുണ്ടാവാം. അങ്ങനെ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് നിങ്ങൾക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാതെ അവരുടെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ഞി ഇറക്കി വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം കാണില്ല, വെള്ളമെല്ലാം ആ പഞ്ഞി അങ്ങ് വലിച്ചെടുക്കും.
അപ്പോൾ അത്തരം ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മളുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ഭയങ്കര സ്നേഹം അഭിനയിക്കുകയും വാതോരാതെ സംസാരിക്കുകയും ഷുഗർ കോട്ടിംഗ് ആയിട്ടുള്ള വേർഡ്സൊക്കെ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ സംസാരത്തിലൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം അവർ ചൂഴ്ന്നെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അവിടെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ഡയലോഗിനകത്ത് അല്ലെങ്കിൽ ആളുകളുടെ കാര്യത്തിനകത്ത് പൊടിപ്പും തൊങ്ങലും ഉപ്പും പുളിയും എല്ലാം ചേർത്ത് അവരിങ്ങനെ പറഞ്ഞ് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയെടുക്കും. എന്നിട്ടോ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് അവർ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ ആശ്വാസമാണെങ്കിലും അവർ മറ്റ് ആ വ്യക്തിയോട് ചെന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റ് അങ്ങ് തിരിഞ്ഞിട്ട് നിങ്ങളുടെ മുകളിലുള്ള കുറ്റം എല്ലാം വെച്ചുകൊണ്ട് അവരിങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് കടുത്ത വിദ്വേഷത്തിലേക്ക് പോകുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിനെ അങ്ങ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. ചിലപ്പോൾ എതിരെ നിൽക്കുന്ന ആൾ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും, ചിലപ്പോൾ അവർ ജീവിതത്തിൽ ഒരിക്കലും മിണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുകയും നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് അവസാനം ആ സംഗതി വന്ന് നിൽക്കും. അത്തരത്തിലൊക്കെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ എനർജി ലെവലിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഏരിയയിൽ നിന്ന് ഓഫീസ് തരത്തിലുള്ള അവിടെ നിന്നെല്ലാം നിങ്ങളിൽ നിന്ന് അവരെയൊക്കെ മാറ്റി നിർത്തുക. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും നിങ്ങളിലുള്ള ഭയത്തിനെ അവർ തുറന്നു വിടുകയും ആ ഒരു ഭയം നമ്മളിൽ ഒരുപാട് ഉണ്ടായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ദിശയിലേക്ക് പോകണോ ഈ ദിശയിലേക്ക് പോകണോ, റൈറ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ആക്കിയെടുക്കുക. അതിനൊരു ചെറിയ ലളിതമായ ഉദാഹരണം പറഞ്ഞു തരാം. കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ആഹാരം കഴിച്ചില്ലെങ്കിൽ അമ്മമ്മമാരും ഒക്കെ വരുന്നുണ്ട്, പാക്കാന്തനുണ്ട് അല്ലെങ്കിൽ രാക്ഷസനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഇവരെന്തോ പറയുന്നതിനെ വേറൊരു രൂപത്തിലാക്കി വെച്ചുകൊണ്ട് അവരറിയാതെ വാ തുറക്കുകയും അപ്പോൾ ഭക്ഷണം വെച്ച് കൊടുക്കുകയും അപ്പോൾ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മമാർ ആ ഒരു മിഷനിൽ വിജയിക്കുകയും പിന്നെ എപ്പോഴൊക്കെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് പ്രാക്ടീസ് ചെയ്ത് അവരെ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ അറിയാത്ത ഏതോ ഒരു രൂപത്തിനെ ഭയമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പല ഘട്ടത്തിലും നമ്മളുടെ കൂടെ വന്ന് വളരെ ഇൻറ്റിമേറ്റാണ്, നമ്മളെ സ്നേഹിക്കുകയാണ് എന്നൊക്കെ കരുതി നമ്മുടെ കൂടെ നിൽക്കുന്ന പല ആളുകളും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭയപ്പെടുത്തിയും അതങ്ങനെ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ അവരങ്ങനെ പറയൂലേ, നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകൂലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുകയും ആ ഭയം ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ അവരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ഡിസിഷനെ മാറ്റി ആ ഒരു രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിയേർഡായിട്ട് തോന്നുമെങ്കിലും നമ്മളുടെ വീടിൻ്റെയും ഒക്കെ നല്ലതിന് വേണ്ടിയിട്ട് ഇവരെ ഒരു പ്രിക്കോഷൻ പോലെ വെച്ചുകൊണ്ട് ഇവരെയെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ മതി. ബാക്കി യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ആശ്വാസം ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിത വിജയം നേടാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നമസ്കാരം.